Hello, welcome dear students. Welcome to our discussion of NewsPap 25th August 2024 Sunday. നമ്മൾ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി പറയുകയാണ് ഒരു കാര്യം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ചാനലിന് സപ്പോർട്ട് ചെയ്യണം, ചാനലിലെ കണ്ടൻറ്റ് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കെല്ലാം നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വിത്തൗട്ട് ഫർദർ ഡിലേ നമ്മൾ നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ചാപ്റ്റേഴ്സ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ചാപ്റ്റേഴ്സ് ആക്കിയിട്ട് ഞാൻ ഈ ഓരോ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് എടുത്ത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനത് സഹായകമാകും. ഇതിൻ്റെ മെറ്റീരിയലുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ടെലിഗ്രാം ചാനലിലാണ്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ ആർട്ടിക്കിളിലേക്ക് പോവാം. ആദ്യത്തെ ആർട്ടിക്കിൾ അഷ്വേർഡ് പെൻഷൻ റിട്ടേൺസ് ആസ് ഗവൺമെൻറ് ഗോസ് ബാക്ക് ഓൺ NPS എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. NDA ഗവൺമെൻറ് ഒരു പുതിയ പെൻഷൻ സ്കീം കൊണ്ടുവന്നിരിക്കുകയാണ്. യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം. ഈ സ്കീമിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സ്കീം ഏകദേശം നമ്മുടെ ഓൾഡ് പെൻഷൻ സ്കീമിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് സാമ്യം തോന്നുന്ന ഒരു പെൻഷൻ സ്കീമാണ്. അപ്പോൾ പുതിയ പെൻഷൻ സ്കീമിൻ്റെ പേര് UPS എന്ന് പറയുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീം. ഈ പെൻഷൻ സ്കീം പ്രകാരം ലൈഫ് ലോങ് എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസും 50% അവരുടെ ലാസ്റ്റ് ഡ്രോ ചെയ്തിരുന്ന സാലറിയുടെ 50% അവർക്ക് പെൻഷനായിട്ട് കിട്ടുന്നു. മാത്രമല്ല അവർക്ക് അഡീഷണൽ ബെനിഫിറ്റ്, ഡിയർനെസ് റിലീഫ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതേപോലെ റിട്ടയർമെൻറ്റ് ആകുമ്പോൾ ഒരു ലെംസം പേ ഔട്ട്, ഇതെല്ലാം പുതിയ ന്യൂ പെൻഷൻ സ്കീമിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഈ പുതിയ പെൻഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്തയിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് എംപ്ലോയീസിനെ ബെനിഫിറ്റ് ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെയാണ് പുതിയ പ്രൊവിഷൻസ്. ഇതിൽ പ്രധാനമായിട്ടും ഗ്യാരണ്ടീഡ് പെൻഷൻ ഉണ്ടായിരിക്കും, ഡിയർനെസ് റിലീഫ് ഉണ്ടായിരിക്കും, ഫാമിലി പെൻഷൻ ഉണ്ടായിരിക്കും. ആ എംപ്ലോയി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് 60% ആ പെൻഷൻ എമൗണ്ടിന് 60% കിട്ടും. പിന്നീട് ഒരു മിനിമം പെൻഷൻ, അഷ്വേർഡ് മിനിമം പെൻഷൻ 10,000 രൂപയുടെ അഷ്വേർഡ് മിനിമം പെൻഷനും ഉണ്ടായിരിക്കും. പിന്നീട് ഇവിടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ SSC PSC ഒക്കെ പോലെയുള്ള പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. ഈ യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നിലവിൽ വന്നത്? TV സോമനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇനി ഇത് April 1, 2025 മുതലാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അവർക്ക് അനുയോജ്യമായ രീതിയിൽ അതിൻ്റെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്തിട്ടും ഉണ്ട്. ഇനി ഇതിൽ എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ 2004 ശേഷം ജോയിൻ ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് അവർക്ക് NPS വേണോ UPS വേണോ എന്നും തീരുമാനിക്കാം. പിന്നെ ഇതാണ് ഈ ഒരു വാർത്തയും. അപ്പോൾ ഈ വാർത്തയിൽ നിന്ന് നമ്മൾ അറിയേണ്ടത് പുതിയ യൂണിഫൈഡ് പെൻഷൻ സ്കീം ഗവൺമെൻറ് കൊണ്ടുവന്നു. അത് നമ്മുടെ ഓൾഡ് പെൻഷൻ സ്കീമിനോട് സാമ്യം ചേരുന്നതാണ്. എന്തൊക്കെയാണ് പെൻഷൻ സ്കീമിൻ്റെ പുതിയ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്തെങ്കിലും ആ പെൻഷൻ സ്കീമിൽ ഓൾട്രേഷൻ നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രൊവിഷൻസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളിവിടെ ആ പോയിന്റ് പറഞ്ഞു. സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ അഡാപ്റ്റ് ദ UPS സ്ട്രക്ചർ ആസ് പെർ ദയർ പ്രിഫറൻസ്. അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത ആർട്ടിക്കിൾ 2-3 ദിവസമായിട്ട് സ്ഥിരം ഡിസ്കഷനിൽ വന്നിരുന്ന ഒരു ആർട്ടിക്കിളാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉക്രൈനിലേക്ക് പോയത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. സെലൻസ്കി ടൈസ് അപ്പ് വിത്ത് ഇന്ത്യൻ ഇൻ ഡിഫൻസ് പ്രൊഡക്ഷൻ ഓഫ് ഡ്രോൺസ്. ഇന്ത്യയും ഉക്രൈനും തമ്മിൽ ഡിഫൻസ് മേഖലയിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻസും കൂടുതൽ ചർച്ചകളും നടന്നിരിക്കുകയാണ്. നമ്മുടെ മോഡിയുടെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടിട്ടുള്ള കൊളാബറേഷൻസ് മോഡിയും സെലൻസ്കിയും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള മേഖലകൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, സൈബർ സെക്യൂരിറ്റി, ഡിഫൻസ് മേഖലകളിലാണ്. മാത്രമല്ല സെലൻസ്കിയും നരേന്ദ്രമോദിയും കൂടിയിട്ട് ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലും വാർഫെയർ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലും ഹൈടെക് എക്യുപ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഒരു പ്രൊഡ്യൂസിങ് സംവിധാനം കൊണ്ടുവരണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഈ റഷ്യയിൽ നിന്നും ഉക്രൈനിൽ നിന്നുമാണ് ഇന്ത്യ പലപ്പോഴും മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ റഷ്യ ഉക്രൈൻ വാർ വന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ ഒരു പർച്ചേസിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പ്രധാനപ്പെട്ട മേഖലകൾ കോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മേഖലകൾ ഡിഫൻസ് ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി, അഗ്രികൾച്ചർ ആൻഡ് മെഡിസിൻ. അതുപോലെ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ഒരു വിൻ അപ്രോച്ച് രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടായിരിക്കണം. ആൻഡ് ഉക്രൈനെ സംബന്ധിച്ച് ഉക്രൈന് പ്രൈവറ്റ് സെക്ടറിൽ ഡ്രോണിൻ്റെയും ഡ്രോണിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയുടെ ഒക്കെ പ്രൈവറ്റ് സെക്ടറിൽ ഉക്രൈൻ ഓൾറെഡി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു
സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എഡ്ജ് നമ്മുടെ ഇന്ത്യക്കും വേണ്ടി യൂസ് ചെയ്യാം, അതിനൊരു കോ പ്രൊഡ്യൂസിങ് സംവിധാനം കൊണ്ടുവരണം എന്നൊക്കെയാണ് ഈ മീറ്റിങ്ങിൽ പ്രധാനമായി വന്നിട്ടുള്ള ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് നൗ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവുകയാണെങ്കിൽ അന്തമാൻ നിക്കോബാർ എന്നുള്ളൊരു വാർത്തയാണ്. അവിടെ ഒരു പ്രൊജക്റ്റ്, ഒരു അന്തമാൻ നിക്കോബാർ പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എൻവയൺമെൻറ്റൽ കൺസേൺസ് ഉണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിനിസ്ട്രി പറയുന്നത് അത്തരത്തിലുള്ള കൺസേൺസ് ഒന്നും വാലിഡ് അല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ജീവിതത്തെ അത് ബാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ലിംസ് പെർസ്പെക്റ്റീവിൽ ഈ ഷോംഭൻ എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി ഏത് സ്ഥലത്ത് ബിലോങ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഷോംഭൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അന്തമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ്. മുൻപ് പരീക്ഷകളിൽ ചോദ്യം വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി എവിടെ ബിലോങ് ചെയ്യുന്നു എന്ന്. അപ്പോൾ പ്രധാനമായുള്ള കൺസേൺ ഇത് തന്നെയാണ്. അതെ, അവിടുത്തെ എൻവയൺമെൻറ്റിനെ ഡിസ്ട്രാക്ട് ചെയ്യും. ഈ പറയുന്ന ട്രൈബുകൾ, ഷോംഭൻ പോലെയുള്ള ഇൻഡിജിനിയസ് ട്രൈബുകളുടെ വാസസ്ഥലങ്ങളെയും ജീവിതത്തെയും അത് ബാധിക്കുമെന്നുള്ള ചർച്ചകൾ വരുന്നു. അപ്പോൾ ഗവൺമെൻറ് പറയുന്ന അത്തരത്തിലുള്ള യാതൊരു കൺസേണിൻ്റെയും ആവശ്യമില്ല എന്നാണ് ഒരു അഷ്വറൻസ് ആണ് പറയുന്നത്. ഇനി ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇന്ത്യ ഇതുമായി മുന്നോട്ട് പോകുന്നു? കാരണം ഈ ഏരിയയിൽ ചൈനയുടെ ഒരു എക്സ്പാൻഷനിസ്റ്റ് ആക്ഷൻസ് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് ഇന്ത്യ ഇടപെടണം. ഈ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ആവശ്യമാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ കാര്യമായിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞത് ഈ അന്തമാൻ നിക്കോബാറിലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഷോംഭൻ പോലെയുള്ള ട്രൈബുകളെ ബാധിക്കും എന്ന് പറയുന്നു. പക്ഷെ അത് ബാധിക്കില്ല എന്ന് ഗവൺമെൻറ് പറയുന്നു. എന്തിന് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചും ഗവൺമെൻറ് പറയുന്നുണ്ട്. ചൈനയുടെ അവരുടെ എക്സ്പാൻഷനിസ്റ്റ് പോളിസിക്കെതിരെ ഒക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ രാജ്നാഥ് ഡിസ്കസസ് ഡിഫൻസ് പാർട്ണർഷിപ്പ് വിത്ത് ഇൻഡസ്ട്രി ലീഡേഴ്സ്. ഇവിടെ ഇന്ത്യയും US തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഇന്ത്യയും US തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇവിടെ സംസാരിക്കുന്നത് ഡിഫൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള ഇന്ത്യയും US തമ്മിലുള്ള ഡിഫൻസ് റിലേഷൻഷിപ്പുകളുടെ പോയിന്റുകളെല്ലാം പുതുതായിട്ട് ഇവർ അഗ്രി ചെയ്തിട്ടുള്ള പോയിന്റുകളെല്ലാം നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി എന്തൊക്കെയാണ് ആ പോയിന്റുകൾ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ രാജ്നാഥ് സിംഗ് ഇതാ US പോയി ആൻഡ് ഹി ഹാഡ് ഡിസ്കഷൻസ് വിത്ത് ഹിസ് കൗണ്ടർ പാർട്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഡിസ്കഷനിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്? ഇവിടെ പ്രധാനമായിട്ടും ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പോളിസിക്കും ഇന്ത്യയുടെ സെൽഫ് റിലയൻസിനും ആവശ്യമായിട്ട് ഉള്ള കൊളാബറേഷൻസ് US കമ്പനികളുമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഡിസ്കഷൻസ്. ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ US കമ്പനീസിനെ നമ്മൾ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് ഇന്ത്യൻ കമ്പനികളുമായി പാർട്ണർഷിപ്പ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ സംവിധാനത്തിന് സെൽഫ് റിലയൻസിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഒരു ആൻറ്റി സബ്മറൈൻ വാർഫെയർ അതിൻ്റെ സെയിലും ഇതിൽ പറഞ്ഞിരുന്നു. ഏകദേശം ആ സെയിൽ വാല്യൂ ചെയ്യുന്നത് $52.8 million ആണ്. പിന്നീട് ഹെലികോപ്റ്ററുകൾ, നേവിക്ക് വേണ്ടിയുള്ള ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെട്ടും നമ്മൾ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. ദെൻ പിന്നീട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്ത്യൻ ഡിഫൻസ് മേഖലയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. പിന്നീട് ജോയിൻ്റ് എഫേർട്ടുകൾ, ഞാൻ ആദ്യം പറഞ്ഞു ഈ മേഖലയിൽ ജോയിൻ്റ് എഫേർട്ടുകൾ വേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാമാണ് പുതുതായിട്ട് ഇന്ത്യയും US തമ്മിലുള്ള ഡിഫൻസ് റിലേറ്റഡ് എഗ്രിമെൻറ്റ് ഡിസ്കഷൻസിൽ പ്രധാനമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യ US റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കൽ പ്രധാനമന്ത്രി വരെ പറഞ്ഞത് ഇറ്റ് ഈസ് ദ എറ ഓഫ് AI എന്ന് പറഞ്ഞിട്ട് മോഡി പറഞ്ഞു നോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബട്ട് ഇറ്റ് ഈസ് ഇന്ത്യ അമേരിക്ക ഇന്ത്യ. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട ഡൈമെൻഷനാണ്. ആ റിലേഷൻഷിപ്പിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിഫൻസ് റിലേഷൻഷിപ്പ്. അപ്പോൾ അതിലേക്ക് വേണ്ട പോയിന്റുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ പറയുന്നത് അമിത്ഷാ പറഞ്ഞൊരു ആർട്ടിക്കിളാണ്. ഇന്ത്യ വിൽ ബി ഫ്രീ ഫ്രം ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ബൈ March 2026. അപ്പോൾ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം March 2026 കൂടിയിട്ട് അവസാനിക്കുമെന്ന് അമിത്ഷാ പറയുമ്പോൾ നമുക്കിത് സിലബസിലേക്ക് കറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് UPSCയുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ലിങ്കേജസ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്പ്രെഡ് ഓഫ് എക്സ്ട്രീമിസം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് ലിങ്ക് ചെയ്യാം. ഇനി ഇവിടെ ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്
ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. 3 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. 1, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക ഈ ഏരിയകളിൽ. 2, കൃത്യമായിട്ടുള്ള പ്രോസിക്യൂഷൻ ലീഗൽ ആക്ഷൻസ് കൊണ്ടുവരിക. 3, ഓപ്പറേഷൻസ് സംഘടിപ്പിക്കുക. എന്നിട്ട് ഈ 3 രീതിയിലൂടെയും നക്സലൈറ്റുകളെ, ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തെ അവസാനിപ്പിക്കുക. ഇനി ഇവിടെ ഒരു മികച്ച ഉദാഹരണം, മികച്ച കണക്കുകൾ പറയുന്നുണ്ട്. ഈ കണക്കുകൾ പ്രകാരം 2014 മുതൽ 2024 വരെ 53% ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. മാത്രമല്ല ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം കൊണ്ടുണ്ടാകുന്ന പേഴ്സണൽസിനും സിവിലിയൻസിനും ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസ് 70% കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പരീക്ഷയിൽ നമുക്ക് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തെക്കുറിച്ച് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ എഫക്റ്റീവ് ആണോ എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റകൾ കോട്ട് ചെയ്തുകൊണ്ട് ഇഫക്റ്റീവാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ ചില ഗവൺമെൻറ് ഇവിടെ നമുക്ക് എന്തൊക്കെ രീതിയിൽ നമുക്കിതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് കൊണ്ടുവന്നൊരു പോളിസിയാണ് ന്യൂ സറണ്ടർ പോളിസി. നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്കിത് എഴുതാൻ പറ്റും. ന്യൂ സറണ്ടർ പോളിസി, അതായത് നക്സലൈറ്റുകൾക്ക് സ്വയം കീഴടങ്ങിയാൽ നോ പ്രോബ്ലം, നിങ്ങൾ സറണ്ടർ ചെയ്യൂ. ഇല്ലെങ്കിൽ നമ്മൾ 2025 ആകുമ്പോഴേക്ക് നമ്മളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഛത്തീസ്ഗഡിൻ്റെ ഈ ഒരു സ്കീം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലെഫ്റ്റ് എക്സ്ട്രീമിസം കൗണ്ടർ ചെയ്യാനുള്ള ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റാണ് ഇത്തരത്തിലൊരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. കീ ടേംസുകൾ എന്താണ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, ഇതെല്ലാം ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്, നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഇതെല്ലാം പ്രധാനപ്പെട്ട വെക്കാബുലറികളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ. അടുത്ത ആർട്ടിക്കിൾ, യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് പ്രപ്പോസൽ ടു ബോൾസ്റ്റർ ബയോടെക് മാനുഫാക്ചറിങ്. പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്, സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്തേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ക്യാബിനറ്റ് ബയോ E3 പോളിസി അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഈ ബയോ E3 എന്ന് പറയുമ്പോൾ തന്നെ അത് ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഈ ബയോ E3 പോളിസി തീർച്ചയായിട്ടും UPSCക്കും ഏത് പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ 1990കളിൽ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന IT ബൂം പോലെ തന്നെ നമ്മൾ ഈ ബയോടെക്നോളജിയെയും ബൂം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുകയാണ്. ഇനി എന്താണ് ഈ ബയോ E3 എന്ന് പറയുന്നത്? ബയോടെക്നോളജി ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഈ ബയോടെക്നോളജിയെ ഇക്കോണമിക്കും എൻവയൺമെൻറ്റിനും എംപ്ലോയ്മെൻറ്റിനും വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബയോ E3 പോളിസി എന്ന് പറയുന്നത്. നമ്മുടെ ഇക്കണോമിക്ക്, എൻവയൺമെൻറ്റിന്, എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ബയോ E3 വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയാണ് ഇത് കൊണ്ടുവരുന്നത്. ഇനി എങ്ങനെയാണ് ഈ ബയോ E3 നമ്മൾ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്നത്? ഇതാ 6 പോയിന്റുകളാണ് പ്രധാനമായിട്ട്. 1, ഹൈ വാല്യൂ ബയോ ബേസ്ഡ് കെമിക്കൽസ്, ബയോപോളിമേഴ്സ്, എൻസൈംസ്, ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. സ്മാർട്ട് പ്രോട്ടീൻസ് ആൻഡ് ഫങ്ഷണൽ ഫുഡ്, നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടാനുള്ള കാരണങ്ങൾ. പ്രിസിഷൻ ബയോതെറാപ്പീസ്, അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡിസീസിനെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലൈമാറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ, കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ, മറൈൻ ആൻഡ് സ്പേസ് റിസർച്ച്. അപ്പോൾ ഈ മേഖലകളിലെല്ലാമാണ് ഈ ബയോ E3 എന്ന് പറയുന്ന സ്കീം നമ്മൾ ഉപകാരപ്പെടുത്താൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, ഒരു സയൻസ് മിനിസ്ട്രിയിൽ നിന്ന് ചില എക്സിസ്റ്റിംഗ് സ്കീമുകൾ വിഗ്യാൻ ധാര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഹ്യൂമൻ കപ്പാസിറ്റി ബിൽഡിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്, ഈ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ബയോ E3 എന്ന് പറയുന്ന സ്കീമാണ് ഗവൺമെൻറ് കൊണ്ടുവന്നത്. ബയോടെക്നോളജിയെ എൻവയൺമെൻറ്റ്, എംപ്ലോയ്മെൻറ്റ്, ദെൻ ഇറ്റ് വാസ് ഫോർ ബയോ E3, എൻവയൺമെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇക്കോണമി. ഇത് 3നും ബയോടെക്നോളജിയെ യൂസ് ചെയ്യുക. അങ്ങനെ 3നും യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഉപകാരങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്? ആ ഉപകാരങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മറക്കരുത്. അപ്പോൾ എന്താണ് ബയോ E3, എങ്ങനെയാണ് ബയോ E3 നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്നത്, അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇവിടെ കീ ടേംസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സബ്ജക്ട് സ്പെസിഫിക് എന്താണ് ബയോ മാനുഫാക്ചറിങ്, എന്താണ് ബയോ പോളിമേഴ്സ്, എന്താണ് സ്മാർട്ട് പ്രോട്ടീൻസ്, ഇതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം ഡിസ്കഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്
വൈ ഈസ് ലാറ്ററൽ എൻട്രി പോളിസി അണ്ടർ സ്ക്രൂട്ടിനി? നമ്മളിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി നമ്മളിതിനെക്കുറിച്ച് ഒരു കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ദ ടൈം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അഗെയിൻ പറയുന്നു, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും നിങ്ങൾ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഡെയിലി കാണുമ്പോഴും നിങ്ങൾക്കുള്ളൊരു വലിയ ഉപകാരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു വിഷയം എല്ലാ ദിവസവും എന്ന പോലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഈ ഓരോ ദിവസങ്ങളിലും ആ വിഷയത്തിന് മൾട്ടിപ്പിൾ ഡൈമെൻഷൻസ് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഡൈമെൻഷൻസ് അതിനെക്കുറിച്ച് കിട്ടുന്നു. അപ്പോൾ ഈ ലാറ്ററൽ എൻട്രി പ്രധാനമായിട്ടും എതിർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ റിസർവേഷൻ ഇല്ല എന്നുള്ളതായിരുന്നു. SC ST OBC കാറ്റഗറിക്ക് റിസർവേഷൻ ഇല്ല. അപ്പോൾ അത് പറഞ്ഞിരുന്നത് അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ അതിലേക്ക് റിസർവേഷൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് ഈ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത്? ലാറ്ററൽ എൻട്രി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സിസ്റ്റത്തിലേക്ക് ഗവൺമെൻറ്റിൽ നിന്നല്ലാതെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്ന്, പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് എഫിഷ്യൻ്റായ അവരുടെ ഡൊമൈൻ എക്സ്പെർട്ടൈസിലുള്ള ആളുകളെ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ സുഗമമാക്കുക എന്നുള്ളതാണ്. ഇനി ഇവിടെ ഈ എന്തുകൊണ്ട് ലാറ്ററൽ എൻട്രി ആവശ്യമാണ്? അപ്പോൾ ലാറ്ററൽ എൻട്രി ആവശ്യമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? IAS ഓഫീസേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. 2023-24 പാർലമെൻ്ററി റിപ്പോർട്ട് പ്രകാരം ഏകദേശം 1469 പേര് വേണ്ട സ്ഥലത്ത് 442 IAS ഓഫീസേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു റിപ്പോർട്ടായിട്ട് എഴുതാം. പിന്നെ ഈ ലാറ്ററൽ എൻട്രി 2017 നീതി ആയോഗ് റെക്കമെൻഡ് ചെയ്യുന്നു. 2005 സെക്കൻഡ് ARC കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ലാറ്ററൽ എൻട്രിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഇതിലേക്ക് ഗവൺമെൻറ് പറയുന്നത് എക്സ്പെർട്ടൈസിനെ കൊണ്ടുവരിക, സബ്ജക്ട് ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് എക്സ്പെർട്ടൈസ് ആൾക്കാരെ കൊണ്ടുവരുന്നത് വഴി ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടുക. പക്ഷേ വിമർശനം എന്ന് പറയുന്നത് അത് റിസർവേഷൻ്റെ കടക്ക് കൈ വെക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ആർട്ടിക്കിൾ നമുക്ക് വൈ എ സാങ്ഷൻ ഫോർ പ്രോസിക്യൂഷൻ നീഡഡ്. അതായത് ഇപ്പോൾ കർണാടകയിൽ ഇതും നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിളാണ്. കർണാടകയിൽ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണർ അനുമതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് അങ്ങനെ ചെയ്യാനുള്ള അധികാരമുണ്ടോ? കാരണം ഗവർണർ എപ്പോഴും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇവിടെ ചോദ്യം, ഇത്തരത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യുമ്പോൾ ഗവർണർ അത്തരത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ടോ? ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി എന്തിനാണ് ചില പബ്ലിക് ഒഫീഷ്യൽസിനും ഗവൺമെൻറ് സർവൻസിനും ഇത്തരത്തിൽ നമ്മൾ ചില സാങ്ഷൻ കൊടുക്കുന്നുണ്ട്? അതെന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അവരുടെ ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ ഈ ഇമ്മ്യൂണിറ്റി ഉള്ളത് പ്രസിഡൻറ്റിനും ഗവർണർക്കും മാത്രമാണ്, ചീഫ് മിനിസ്റ്റർക്കില്ല. പക്ഷെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമുണ്ട്, അത് ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അത് ഇല്ല. പക്ഷേ UPSCക്ക് പ്രിലിംസിൽ സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ അങ്ങനെ തരാം. കാരണം നമ്മൾ ഗവർണറെയും പ്രസിഡൻറ്റിനെയും ഈ ലെഫ്റ്റനൻറ്റ് ഗവർണറെയും അഡ്മിനിസ്ട്രേറ്ററെയും നമ്മൾ ഒരു ലൈനിലാണ് പഠിച്ചു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ പവറാണെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അഡ്മിനിസ്ട്രേറ്റർക്കും ലെഫ്റ്റനൻറ്റ് ഗവർണർക്കും അത്തരത്തിൽ ഇമ്മ്യൂണിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതെല്ലാം വഴിയിലാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ CRPC പ്രകാരം പറയുന്നത്, അങ്ങനെ ഒരു പബ്ലിക് സെർവൻറ്റിനെതിരെ കോമ്പിറ്റൻ്റ് അതോറിറ്റിയിൽ നിന്ന് പെർമിഷൻ ഇല്ലാതെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതായത് CRPCയുടെ പുതിയ പേര്, അതിൻ്റെ സെക്ഷൻ 218 പ്രകാരവും ഈ സാങ്ഷൻ ആവശ്യമാണ്. അപ്പോൾ ഏതെല്ലാം ബൈ ലോ, ഏതെല്ലാം ബാക്കപ്പ് ഇത്തരത്തിലുള്ള സാങ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സെക്ഷൻ 218 ഓഫ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 2018, അതിൽ സെക്ഷൻ 17A പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുകയാണെങ്കിൽ അതിന് പെർമിഷൻ വേണം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആർക്കൊക്കെ, അതായത് ഇവിടെ ഒരു കേസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് കേസാണ്? നമ്മൾ പറഞ്ഞില്ലേ, ഗവർണർക്ക് ഇത്തരത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? CMനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അനുവാദം കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ആൻതുലൈ കേസ്. ഈ ആൻതുലൈ കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രോസിക്യൂഷൻ്റെ കാര്യം വരികയാണെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് ഗവർണർ സ്വീകരിക്കേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞ ജഡ്ജ്മെൻറ്റ് PSC SSCക്കാരൊക്കെ ശ്രദ്ധിച്ചോ. AR ആൻതുലൈ കേസിലാണ് സുപ്രീം കോടതി അത്തരത്തിലൊരു ഒബ്സർവേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്, ഗവർണർക്കും പ്രസിഡന്റിനും ഇമ്മ്യൂണിറ്റി ഉള്ളതുപോലെ CMനുണ്ടോ. ഇനി മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ CMനെ പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ? പറ്റും എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പറ്റും. അങ്ങനെ അദ്ദേഹത്തിന് ഒഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരിക്കാം. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. ദാറ്റ്സ് അപ് ടു ദം വെദർ ടു റിസൈൻ ഓർ നോട്ട്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്തരത്തിൽ ഈ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ സാങ്ഷൻസ് ഇതിന് ഗവർണർക്ക് അധികാരമുണ്ടോ? AR ആൻതുലൈ കേസിൽ എന്താണ് പറഞ്ഞത്? നമുക്ക് അത് തന്നെ കോട്ട് ചെയ്യാം നമ്മുടെ ആൻസറിൽ. അതൊരു ബാക്കപ്പാണ്. എന്താണ് CRPCയിൽ എന്താണ് പറഞ്ഞിരുന്നത്? CRPCയുടെ പ്രൊവിഷൻസിൽ എന്താണ് പറഞ്ഞിരുന്നത്? CRPCയുടെ പുതിയ പേര് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇവിടെ PSC SSC എഴുതുന്നവർ ശ്രദ്ധിച്ചോളൂ, ചോദ്യം വരാൻ വലിയ സാധ്യതയുണ്ട്. IPCയുടെയും CRPCയുടെ ഒക്കെ പുതിയ പേര് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഓരോ ആർട്ടിക്കിളും ഞാൻ പറയുമ്പോൾ ആ ആർട്ടിക്കിൾ എന്താണ്, ആ ആർട്ടിക്കിൾ SH എന്താണ് പറയുന്നത്, അതിലെ ഡൈമെൻഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ ഐ ഹോപ്പ് യു ആർ എൻജോയിങ് ദിസ് സെഷൻ, യു ആർ ഗെറ്റിംഗ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദിസ് സെഷൻ. PSC SSC UPSC ഏത് പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും PSC ശ്രദ്ധിക്കുക, SSCക്കാർ ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇന്ന് പറഞ്ഞ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ എൻഡ്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മെൻറ്റർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. മെറ്റീരിയലുകൾ ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷൻ ഈസ് ഗിവൺ ഇൻ ദ link is given in the description box. So you see you in tomorrow's session. Happy learning, enjoy learning. Good night.